ആകാശത്തിലെ പറവകൾ വിതക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ സൂക്ഷിക്കുന്നുമില്ല. വെള്ളിയാഴ്ചയുടെ മുതലാളിമാർ ഭരിക്കുന്നില്ല, തൊഴിലാളികൾ ഭരിക്കപ്പെടുന്നില്ല എന്ന് വെച്ചാ ലീവാണ്. വല്ലതും മനസ്സിലായോ? മനസ്സിലാകാത്തവരുടെ ചോദ്യമാണ്, താൻ എന്തൊക്കെയാ ഈ പറയുന്നത്? ഇപ്പൊ ഇത് എവിടുന്ന് പെട്ടി വീണ്? എന്ത് പറ്റി രമണ? നിന്റെ പിന്നിലാരാ, മുന്നിലാരാ? ചിലർക്കെങ്കിലും അത്തരം ചോദ്യങ്ങളുണ്ട്. ഉത്തരം നിങ്ങൾ എന്നെ മാത്രം ഞാനാക്കണ്ട. ലഹരിക്കും മതഭേദമന്യേ സംഘടനകൾക്കും തലച്ചോറ് പണയം വെക്കാത്ത ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഒരു പറ്റം യുവാക്കളുടെ ശബ്ദമായി കേട്ടോളൂ. ഞങ്ങൾക്ക് വന്ന ചില ചോദ്യങ്ങളിലൂടെ 2024 അവസാന തുടിപ്പിൽ റുസ്തമോൾ നിറഞ്ഞാടിയപ്പോഴാണ് ഞങ്ങൾ തുടങ്ങിയത്. അങ്ങനെ എല്ലാം പറയാൻ വന്നവരല്ല ഞങ്ങളെങ്കിലും. അതിനെക്കുറിച്ച് എന്താ നിങ്ങളുടെ ഒരു ഇതെന്നാ? ആദ്യമായിട്ട് പെണ്ണ് കെട്ടുമ്പോൾ മൂല്യന്മാർക്കുണ്ടാവുന്ന ചെറിയൊരു കയ്യബദ്ധം പോകെ പോകെ ശരിയാവും. ആ മഹാന്റെ ന്യായീകരണം ഉണ്ടായിരുന്നില്ലേ? ആ ഭാഗം മാത്രം കട്ട് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തതാണെന്നോ മറ്റോ. അവിടെയാണ് അയാൾ തെളിയിച്ചത് മൂല്യരാണ്. മതാടിസ്ഥാനത്തിൽ നോക്കിയാ തിന്നിട്ട് എല്ലിൻ്റെ അടി കുത്തിയിട്ട് അതും പറയും. അവർ ഈ മുജാഹിദ് തബ്ലീഗ് പോലെ എന്തെങ്കിലും ജോലിക്ക് പോയിട്ട് ജീവിക്കുന്നവരല്ല. അൽഫാത്തിയ തന്നെയാണ് ജോലി. അതിൻ്റെ പ്രശ്നം കാണും. വെള്ളയിൽ ലോക്കാണ്. ഇൻസ്റ്റഗ്രാമിൽ പുതിയ പിള്ളേർ റീലൊക്കെ ഇട്ട് അതൊക്കെ കാണുമ്പോൾ മൃഗം പുറത്ത് കിടന്ന നല്ല സംയമനം പാലിച്ച് മതം പഠിപ്പിച്ച് ജീവിക്കുമ്പോൾ കയ്യിൽ തീക്കട്ട പിടിക്കേണ്ടി വരും. പറ്റുന്നില്ലെങ്കിൽ വെള്ളയും വലിച്ചെറിഞ്ഞിട്ട് ആർമാദിക്കണം. ഒറ്റ ജീവിതമല്ലേ ഉള്ളൂ. റുസ്തമോളുടെ അണിയറ പ്രവർത്തകരോട് മാത്രമായി അങ്ങനെ പറയണമെന്നായിരുന്നു ഞങ്ങളുടെ ഒരു ഇത്. എന്തായിരുന്നു നിങ്ങളുടെ ഒരു ഇത്? പിന്നെ അണിറോസ് ബോച്ച്, PC ജോർജ്, ആ ജീവിയോട് കളിക്കണമെങ്കിൽ ഞങ്ങളും തറയാവണം. അയാളെക്കാളേറെ പറ്റാഞ്ഞിട്ടല്ല, ഞങ്ങൾക്ക് മുട്ടാനുള്ള യോഗ്യത ആ തെണ്ടിക്കില്ലായിരുന്നു. പിന്നെ അയാളൊരു മാപ്പ് പറഞ്ഞു അല്ലേ? മാപ്പ് പറച്ചിലുകളുടെ ഒരു അതാണല്ലോ മൊത്തത്തിലൊരു ഇത്. ഏത് ജ്യൂസ് കുടിച്ചരുത് എന്നൊരു മഹാൻ പറഞ്ഞില്ലേ? എല്ലാവരും കൂടി പൊങ്കാലിട്ടപ്പോൾ മാപ്പ്. അറിവിൻ്റെ നിറകുടത്തെ പറ്റി അവൻ കള്ള വഹാബ്യാണ്. പിറ്റേന്ന് വീണ്ടും മാപ്പ്. ആളുകൾ ഇടപെട്ട് ഊക്കുമ്പോൾ മാപ്പും നടപടിയൊക്കെ ഉണ്ടാവും. എല്ലാവർക്കും സ്വയം ചിന്തിച്ച് തിരുത്താനുള്ള ബുദ്ധി ഉണ്ടാവട്ടെ എന്ന് പ്രത്യേക്ഷിക്കാം. യാമാമാരും അങ്ങനെയാണ്. ആളുകളെ ഇടപെട്ട് ചോദ്യം ചെയ്യുകയാണെങ്കിൽ നടപ്പിലാക്കും, അല്ലെങ്കിൽ തദൈവ. പിന്നെ കഞ്ചാവ്, MDMA, വെട്ടിക്കൊല്ലൽ, ഉമ്മയെ വെട്ടിക്കൊല്ലൽ, മകളെ പീഡിപ്പിക്കൽ എക്സെട്ര. അതാണ് ഞങ്ങൾ പ്രതിപാദിച്ചത്. പരിഹാരം ശരിക്കും പോലീസിൻ്റെ കയ്യിലാണ്. ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും വാർത്തെടുത്ത കേരള പോലീസ് എന്ന ടീം ഇറങ്ങണം. എല്ലാം നിൽക്കും, മിലിറ്ററി മാറി നിൽക്കും. അതിനുള്ളതുണ്ടവർ. അവർ വേണ്ട പോലെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ മനസ്സാക്ഷിയെ നടക്കുന്ന പല വാർത്തകളും കേൾക്കേണ്ടി വരില്ലായിരുന്നു. നിർഭാഗ്യവശാൽ വിവരദോഷികളുടെ കയ്യിലായിപ്പോയി അവരുടെ കടിഞ്ഞാൻ. അവർ വന്നാൽ എല്ലാം ശരിയാവും എന്നായിരുന്നല്ലോ മുദ്രാവാക്യം. പ്രതീക്ഷ കൈവിടണ്ട. നിയമം കയ്യിലെടുക്കാൻ നമ്മൾക്ക് അവകാശമില്ലാത്തിടത്തോളം കാലം കാത്തിരിക്കാം. നടപ്പിലാക്കേണ്ടത് ഗവൺമെൻറ് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നശിച്ചവർ നശിച്ചു. ലഹരി ഒട്ടും തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത കുട്ടികൾ, അവരത് തൊടാതിരിക്കാൻ, പിറവി എടുത്തിട്ടില്ലാത്തവർ അത് കാണാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നാ, എങ്ങനെ പ്രവർത്തിക്കണമെന്നാ? അതിന് നിങ്ങളാൽ കഴിയുന്നത് ചെയ്തോളൂ. നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന ചോദ്യം പോലും ലഹരി മാഫിയക്ക് സപ്പോർട്ടാണെന്ന് മനസ്സിലാക്കി അതിന് വളം വെച്ച് കൊടുക്കണ്ട. ഞങ്ങൾ ഉത്തരങ്ങൾ കണ്ടെത്തുന്നുണ്ട്. ഉത്തരങ്ങൾ ഉണ്ടായതുകൊണ്ടാണല്ലോ ചോദ്യങ്ങൾ ഉണ്ടായത്. ആനക്കാര്യത്തിനിടയ്ക്ക് ചേനക്കാരെന്ന് പറഞ്ഞ പോലെ AP ഉസ്താദിൻ്റെ പ്രസ്താവനയെക്കുറിച്ച് ഞങ്ങളോട് ചോദിക്കുന്നുണ്ട്. അതിന് പറയാനുള്ളത്, എക്സസൈസ് ചെയ്യാൻ എന്തോരം, ഇതിനു വേണ്ടി എന്തോരം ആളുകളെവിടെ? ഞങ്ങളൊന്നും ചെയ്യണില്ലല്ലോ. വാർത്തക്കാർക്ക് എന്തെങ്കിലും ചർച്ച വേണം.
അവരെല്ലാവരെയും ബലിയാടാക്കും. മതം വാർത്താ ചാനലിൽ പറയേണ്ടതാണെന്നാണോ? അങ്ങനൊരു ചോദ്യം ഞങ്ങൾക്കുണ്ട്. പൗരത്വ ബില്ലിന് സ്ത്രീകളൊക്കെ കൂടി റോട്ടിലിറങ്ങണമെന്ന് പറയുന്നതിന് മുമ്പ് ഈ പ്രസ്താവന പുറപ്പെടുവിക്കാതിരുന്നത് നന്നായി. ഇതൊക്കെ തന്നെയല്ല ഞങ്ങളും പറയുന്നതെന്ന് മുജാഹിദുകാരൊക്കെ ചോദിച്ചാൽ തോറ്റു കൊടുക്കേണ്ടി വരും. മാത്രമല്ല, സ്ത്രീയും പുരുഷനും ഇടകലർപ്പില്ലാതെ ആണ്ടും നേർച്ചയും മന്ത്രിച്ചുത്തും ജാറ ബിസിനസ്സൊക്കെ എത്രത്തോളം മുന്നോട്ട് എന്നൊക്കെ ചിന്തിച്ചിട്ട് പ്രസ്താവിച്ചാൽ പോരെ എന്നൊന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല. ഏതൊരു പെൺകുട്ടി സർട്ടിഫിക്കറ്റ് വാങ്ങാൻ സ്റ്റേജിൽ കയറിയപ്പോൾ ആരവളങ്ങോട്ട് സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തിയേ എന്ന് ചോദിച്ചാൽ ആ കുട്ടിയെ അപമാനിച്ചിറക്കി വിട്ട ടീംസ് അല്ലേ? അത്തരക്കാരുടെ പ്രസ്താവനയോട് തൽക്കാലം പ്രതികരിക്കുന്നില്ല. നോട്ട് ദ പോയിന്റ്. തൽക്കാലം സ്നേഹിക്കുന്നവർക്ക് ഞങ്ങളെ ചോദ്യം ചെയ്യാനും തിരുത്താനുള്ള അവസരം ബാക്കി വെച്ച് പറയട്ടെ, ജീവിതമാണ് ഞങ്ങളുടെ ലഹരി.